അവയവ കച്ചവടത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഇത് വലിയ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്നു. 7 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വ്യാജരേഖ ചമച്ച അവയവ കച്ചവടം നടത്തിയിട്ടുള്ള കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മുഹമ്മദ് നജീബ് കല്ലട്രയുടെ വീട്ടിലും ഇഡി റെയ്ഡ് നടത്തി എന്ന് പറയുന്നത്. ഇതിൽ പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളുടെയും പേരൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെ പിടിച്ചുകെട്ടാൻ പറ്റുമോ? ഇത് എവിടം വരെ പോകും? അന്വേഷണം എവിടം വരെ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്കുള്ള സംശയമുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഹോസ്പിറ്റലുകളുടെ പേര് പറയണം. ആദ്യം തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ആണ് ഒന്ന്. Yeah. രണ്ടാമത്തേത് നമ്മുടെ ആസ്റ്റർ ആസ്റ്റർ. മെഡിസിറ്റിയാണ്. മൂന്നാമത്തേത് രാജഗിരിയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കൂടിയുണ്ട്. അപ്പൊ ഇത്തരം ഹോസ്പിറ്റലുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടന്നതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. അപ്പൊ അതിൽ രാജഗിരിയിലൊക്കെ റെയ്ഡ് നടന്നിട്ട് അപ്പം തന്നെ പോകുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല ആസ്റ്ററിലൊക്കെ. പക്ഷെ ബാക്കി 2 ഹോസ്പിറ്റലിലൊക്കെ ചെറിയ തലവേദനകളുണ്ട്. അതിൽ പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ഇതിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയണം. യഥാർത്ഥത്തിൽ ഇതൊരു സൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞതിൽ കുന്നത്താട് ഇരിക്കുന്ന ഒരു ചെറിയ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പുണ്ട്. ഉം. ആ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ ഇവരൊരു പരിശോധന കേരള പോലീസ് നടത്തുകയും ഉം. ആ സൺ ഫോട്ടോസ്റ്റാറ്റിലെ സണ്ണീർ വർഗീസിനെയും അതിന്റെ ഓണറായിട്ടുള്ള സിനി വർഗീസിനെ അറസ്റ്റ് ചെയ്തു. കാരണം നിരവധി വ്യാജരേഖകൾ MLA മാരുടെ മന്ത്രിമാരുടെയൊക്കെ പേരിലുള്ളത് അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഉം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കൊല്ലത്ത് നിന്ന് ഒരു ഉളിയത്ത് ബുക്കിൽ നിന്ന് ഒരു ശ്രീജയും അതുപോലെ പിന്നെ പട്ടത്താനം സ്വദേശിയായിട്ടുള്ള ഒരു സുധീറും പിടിയിലായി. ഉം. അപ്പൊ ഇങ്ങനെ 4 പേര് ആദ്യം തന്നെ പിടിയിലായി. പിന്നീട് ഈ അന്വേഷണം നീണ്ടത് ആണ് താങ്കൾ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് നജീബ് എന്ന് പറയുന്ന ഒരാൾക്കാണ്, കാസർഗോഡ് എന്നുള്ള ഒരാൾക്കാണ് അന്വേഷണം നീണ്ടത്. പുള്ളി ഇത്തിരി കൂടി ഹൈഫൈ ആണ്. പുള്ളിയുടെ ഒരു സ്ഥാപനമുണ്ട്, അതാണ് താങ്കൾ പറഞ്ഞ കല്ലട്ര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനം കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. Nice. ഈ കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ 5 കൊല്ലത്തിനിടക്ക് 40ഓളം വരുന്ന ഇത്തരത്തിലുള്ള കിഡ്നി മാറ്റ ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹ്യൂജ് നമ്പറാണ്. ആ ഹ്യൂജ് നമ്പറാണ്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചത് തന്നെ ഗാസിയാബാദിൽ നിന്നാണ്. ഇവിടെയൊക്കെ ചൂടായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഗാസിയാബാദ് പോയി റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് അദ്ദേഹത്തെ 53 വയസ്സുള്ള അദ്ദേഹത്തെ പിടിച്ചത്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹവുമായിട്ട് മണി ട്രയൽസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഇദ്ദേഹം പറയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയകളൊക്കെ നടന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അവയവത്തിന് ഡിമാൻഡ് ഉള്ളത് കിഡ്നിയാണ്. ഇതിന് പിന്നെ പരാതി വരില്ല പ്രജിത. എന്താണെന്നറിയാം, ഇത് കൊടുക്കുന്നവനും അറിയാം എന്നെന്ന് ഇത് തെറ്റാണെന്ന്, മേടിക്കുന്നവനും അറിയാം ഇത് തെറ്റാണെന്ന്, പ്ലസ് ഇടനിലക്കാരനും അറിയാം. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോൾ വന്നേക്കുന്ന റിപ്പോർട്ടുകളെ പ്രകാരം അവർ പറയുന്നത് 3-5 ലക്ഷം രൂപയൊക്കെയാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തേക്കണമെന്നാണ്. അപ്പൊ അവൻ കോപ്പറേറ്റീവ് ബാങ്ക് മകളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കില് കടം തീർക്കാനോ ഒക്കെ അത്രയും ഗതികെട്ട അവസ്ഥയിലായിരിക്കുമല്ലോ. ഇതിനൊക്കെ വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ ഒരു പൂമാല എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലത്ത് പാവപ്പെട്ട ആദിവാസികളുടെ നിന്ന് ഇതുപോലെ കിഡ്നി മേടിച്ചിരുന്നു കുറെ പേര്. കാരണം അവരുടെ കിഡ്നി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കുമല്ലോ. കാരണം പച്ചിലകളും ഇതൊക്കെ തിന്ന് മറ്റേ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാതെ ഗംഭീര സാധനങ്ങൾ കഴിക്കും. അപ്പൊ അതുപോലെ ഇത് ഇവരുടെ ചെന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും താന തേങ്ങ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ശരീരത്തിന്റെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇവർ ബയ്യറെ കണ്ടെത്തും. ഈ ബയ്യറെ കണ്ടെത്തുമ്പോൾ തന്നെ ഇതിനകത്ത് വലിയൊരു തന്ത്രമുണ്ട്. ബയ്യർ വലിയ കോടീശ്വരനായിരിക്കും. വിദേശത്ത് എടുത്താന്ന് പറയും ചികിത്സ. വിദേശത്ത് എടുത്താന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത് ദാതാവ് ആരാണോ അയാളെയും കൊണ്ട് വിദേശത്തേക്ക് പറക്കും. അപ്പൊ ഒരു 1.5 കോടി രൂപ ചെലവാകും. മനസ്സിലായോ? അപ്പൊ പിന്നെ ഒന്നും പേടിക്കാനില്ല. കാരണം ഇവിടെ നിന്നുള്ള ഡോക്ടർ അയാൾക്ക് ഒരു 10-20 ലക്ഷം രൂപ കൊടുത്ത് അയാൾ എന്ത് ചെയ്യുന്നു, വിദേശത്ത് പോകുന്നു. അയാൾ വിദേശത്ത് വെച്ച് ചെയ്യുന്നു. അയാൾ വേണമെങ്കിൽ 1.5-2.5 കോടിയെ മുടക്കാൻ തയ്യാറാവുന്നു. കാരണം ഇത് ജയിലിൽ പോണതിനേക്കാളും വലിയ പ്രശ്നമാണല്ലോ, മരിക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എത്ര വേണമെങ്കിലും മുടക്കും. അപ്പൊ അവിടെ വെച്ച് നടത്തും. അപ്പൊ അവിടെ വെച്ച് എടുത്ത് വെള്ളം ഗുണമെന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒന്നും പേടിക്കാനില്ല. അവിടുത്തെ ഒരു ഹോസ്പിറ്റലിലെ സൗകര്യം മാത്രം നോക്കിയാൽ മതി. ഹോസ്പിറ്റലിൽ ഒരു 5-4 ലക്ഷം രൂപ കൊടുത്ത് ഹോസ്പിറ്റൽ റെഡിയാവും. കാരണം എന്താ, ഒരു ഡോക്ടർ കേരളത്തിൽ നിന്ന് വരുന്നു, അയാൾ വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ്, ഇവിടെ വെച്ച് ചികിത്സ നടന്നു, നേരെ തിരിച്ച് പോകുന്നു. അയാൾ അവിടെ തന്നെ ചികിത്സ ഓർഡറും, ഈ പുള്ളി തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ കഷ്ടത്തിലായി പോകും. അപ്പൊ ഇത്തരത്തില് ഇത് ആരും എന്ത് ചെയ്യില്ല, ഒരു പരാതിയും വരില്ല. എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ആർക്കൊക്കെ ഈ രോഗിക്ക് ചെറിയ എമൗണ്ട് കിട്ടും, അവൻ പാവം പറ്റിക്കപ്പെടുകയാണ്, ഏത് ഈ പറയുന്ന ദാതാവ് എന്ന് പറയണവൻ. പക്ഷെ അവൻ പറ്റിക്കപ്പെടുകയാണ്, അവനത് അറിയുന്നില്ല. കാരണം അവന്റെ ആവശ്യം നടന്നു കിട്ടും. രണ്ടാമത്തെ ആരാണ്, ഹോസ്പിറ്റലുകാർക്ക് വലിയ എമൗണ്ട് കിട്ടും. മൂന്നാമത്തത് ഏജന്റുമാർക്ക് അതിനും വലിയ എമൗണ്ട് കിട്ടും. നാലാമത്തത് മറ്റേ പുള്ളിക്ക് കുറച്ചു കാലം കൂടി ദൈവം സഹായിച്ചാൽ ജീവിക്കാനുള്ള അവസരം കിട്ടി. ചിലപ്പോൾ വല്ല വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ പണി തീർന്ന്. പക്ഷെ എങ്കിലും അങ്ങനെ മരിക്കാതിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള അവസ്ഥ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി കുറച്ചും കൂടി പണം കുറവാണെങ്കിൽ എന്ത് ചോദിച്ചാൽ കേരളത്തിന് പുറത്ത് കിടന്നു. മനസ്സിലായി? 1 കോടി രൂപ 1.5 കോടി രൂപ കേരളത്തിനകത്താണെങ്കിൽ ഇത് 50 ലക്ഷം രൂപ എടുത്തു.
അപ്പോൾ 50 ലക്ഷം കൊടുക്കുമ്പോൾ ഈ ഹോസ്പിറ്റലുകളിലെ ചില ഡോക്ടേഴ്സൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുണ്ട്. അങ്ങനെ എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, ഈ പറയുന്ന 5 ജില്ലകളിലങ്ങോട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നേക്കണേ. നമ്മുടെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ആകെ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഹോസ്പിറ്റലുകളുടെ പേര് പറഞ്ഞത്. ബാക്കി ആരും ഹോസ്പിറ്റലുകളുടെ പേര് പറഞ്ഞില്ല. ബാക്കിയെല്ലാം മറ്റേ ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെ തന്നെ പ്രമുഖയാണ്. ഞാനും വിചാരിച്ചില്ല സാറ് പേര് ആ പറയുന്നുള്ളത്. പേര് പറയണതിന് കുഴപ്പമൊന്നുമില്ലെന്നേ. പേര് പറഞ്ഞ ഇവരൊക്കെ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പേര് പറയണൊക്കെ സൂക്ഷിച്ചിട്ട് വേണം. ഈ ഹോസ്പിറ്റലുകൾക്കെതിരെയൊക്കെ നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടുള്ളതുമാണല്ലോ. അല്ല, നേരത്തെ തുറന്നു പറഞ്ഞ ഈ അമൃത ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ അമൃത ഹോസ്പിറ്റലിനെതിരെ പേര് പറയാതെ ഇവർ ഇതുപോലെയുള്ള ആരോപണം, അതായത് മറ്റേ മുടി കറുത്തതാണ്, പൊട്ടുകുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെയുള്ള വിവരണ റിപ്പോർട്ട് എഴുതിയത്. എന്നാൽ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് അമൃതയെ കുറിച്ചാണ്. എന്നാൽ പേര് പറയില്ല. കാരണം പേര് പറഞ്ഞാൽ വലിയ കേസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പൊ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസൊക്കെ വരും. അപ്പോൾ കേസ് ഇപ്പൊ വരാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇംഗ്ലീഷ് പത്രങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇത് വലിയൊരു മാഫിയാണ് ഇവിടെ. അപ്പൊ ഇത് അവയവ മാഫിയ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മാഫിയാണ്. ആ മാഫിയയുടെ മണി ട്രെയിൽസ് അന്വേഷിക്കുന്നതിനാണ് ഇപ്പൊ ഇ ഡി വന്നേക്കണത്. കേരള പോലീസ് ഇതൊന്നും അന്വേഷിക്കില്ലല്ലോ. കാരണം കേരള പോലീസ് ഇത് അന്വേഷിക്കാൻ ആലോചിക്കുമ്പോ തന്നെ കൈ കാശ് കിട്ടും. പിന്നെ ഇനി അന്വേഷിച്ച് ശമ്പളം മേടിക്കേണ്ട ആവശ്യമില്ലോ. മനസ്സിലായ? അപ്പൊ അതല്ലാതെ പിന്നെ അത് മാത്രമല്ല, അവർക്കറിയാം ഇത് അന്വേഷിച്ച് അങ്ങേയറ്റം വരെ ഒന്നും പോകല് നടക്കുന്ന കാര്യം അല്ല. കാരണം ഈ ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞ് നിസാരക്കരായ ഹോസ്പിറ്റലുകളല്ല. ഹോസ്പിറ്റലിലെ പിന്നിൽ മതപരമായ സ്വാധീനമുണ്ട്, പണത്തിന്റെ സ്വാധീനമുണ്ട്, ഇങ്ങനെ എല്ലാ തരത്തിലും സ്വാധീനം ഉള്ള ആളുകളാണ്. അതുപോലെ 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഈ കൊടുക്കുന്നവന് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പുറത്ത് കൊടുക്കുമ്പോ അതിന് 30ഉം 50ഉം ലക്ഷം വെച്ചിട്ട് 30, 50, 1.5 കോടി രൂപ. ഈ ചില സംഭവങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ പ്രൈസ് ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയട്ടെ, നിങ്ങൾക്കൊരു ദൗർബല്യം ഉണ്ടെന്ന് വിചാരിച്ചു, നിങ്ങൾ മദ്യപിക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾ വലിയ സമ്പന്നനാണെങ്കിൽ മദ്യപിക്കണക്ക് ഒരു കുപ്പിക്ക് എത്ര രൂപ വരും? മാക്സിമം എന്ന് ഇത്രയല്ലേ വരുള്ളൂ. പക്ഷെ വേറെ ചില കാര്യങ്ങൾക്ക് പ്രൈസ് ഇല്ല. മനസ്സിലായി? ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്, ഇപ്പൊ നമ്മള് ഒരാളോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് അത് പ്രൈസ്ലെസ് ആണ്. അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് പ്രൈസ്ലെസ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നു, ഈ പറഞ്ഞ പോലെ ഒരു ഇമ്മോറൽ ട്രാഫിക് അടക്കമുള്ള പരിപാടിക്ക് പോകുന്നു പറഞ്ഞാൽ അത് പ്രൈസ്ലെസ് ആണ്. ഇനി ഫിക്സഡ് പ്രൈസ് ഇല്ല. നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ പ്രൈസ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ചിലരൊക്കെ 40 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയില്ലേ. അപ്പൊ 40 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിന് പ്രൈസ് ഇല്ല. അപ്പൊ എന്ന് പറയണ പോലെ ഈ കാര്യത്തിന് പ്രൈസ് ഇല്ല. കാരണം നിങ്ങളുടെ ജീവന്റെ വിലയാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സമ്പന്നനാണോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യണത്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇത്രത്തോളം വലിയ മെഡിക്കൽ കോളേജുകൾ എങ്ങനെ വരുന്നു, അവരെങ്ങനെ നിലനിൽക്കുന്നു, എന്താണ് കാര്യം? ഇതിന് നേരത്തെ തന്നെ ഗണപതി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. അന്വേഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടില്ല. സാധാരണ ഒരു അന്വേഷണം കഴിയുമ്പോൾ പത്രക്കുറിപ്പ് പുറത്തിറക്കേണ്ടതാണ്. ഇതല്ലാതെ ഇറക്കിയിട്ടില്ല. അതായത് ഇവിടെ നിന്ന് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പ് സാധാരണ നമുക്കറിയാലോ. ഇപ്പൊ വീണ വിജയന്റെ ഒക്കെ അന്വേഷണം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രക്കുറിപ്പ് പുറത്തിറക്കി. അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഫയലും കടലാസുകളും പിന്നെ ഈ പറഞ്ഞ പോലെ ചോറ്റുപാത്രവും പേനയും പെൻസിലും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കി. അപ്പൊ ഇതിലൊന്നും പത്രക്കുറിപ്പില്ല. അപ്പൊ ഇതെന്താണ് കാര്യം എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഇന്നലെ അന്വേഷണം നടന്നിട്ടുണ്ട്. അത്രയെങ്കിലും ആയല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. ഇപ്പൊ നജീബ് കല്ലത്ര ഇപ്പൊ അകത്താണ്. അതുപോലെ വേറെ 3-4 പേരും കൂടി ഇതുപോലെ തന്നെ അകത്തായിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നത് ഉൾപേജുകളിലാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ രാത്രി ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യണ്ടേ. ചാനലുകൾ അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. അവർക്കറിയാം ഏത് ചർച്ച ചെയ്യണം, ഏത് ചർച്ച ചെയ്യേണ്ടതെന്നൊക്കെ. അവര് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രജിതക്കൊന്നും അറിയുമെന്ന് അറിയില്ല. 1975 ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭവം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഇന്ത്യയിലെ വലിയ പത്രങ്ങളിൽ പലരും ശരിക്കും പറഞ്ഞാൽ മുഖപ്രസംഗം എഴുതിയത് വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ച്. വൻ പ്രശ്നമല്ല വെട്ടുക്കിളികളെ. കാരണം ഒരു പേടിക്കാനുമില്ല. കാരണം വെട്ടുക്കിളികൾ വന്നിട്ട് നാളെ പത്രം വായിക്കാനും പോലുള്ള, വെട്ടുക്കിളികൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോലുള്ള, വെട്ടുക്കിളികൾ വന്നിട്ട് ഇവർ ഉപദ്രവിക്കാനും പോലുള്ള. വെട്ടുക്കിളികൾ പാവങ്ങൾ, അവർ കൃഷി നശിപ്പിച്ചിട്ടില്ല പോകുന്നത്. അപ്പൊ വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. സേഫാണേ. പിന്നെ നമ്മളിവിടെ ആളുകൾക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഇതൊക്കെ എന്ത് ചെയ്യും.
കാണും. ഇന്നലെ വരുന്ന ചർച്ച ചെയ്യുന്നത് വീണയുടെ ബാങ്ക് ലോക്കർ ID തുറന്നു. എന്ത് സംഭവമാണ് ഇത്? ഒരു ലോക്കർ തുറന്ന് 21 മുതലുള്ള കേസിൽ ലോക്കർ ഇപ്പൊ ചെന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ ലോക്കറിനകത്ത് മറ്റേ രത്നകിരീടവും മറ്റേ ഇതും കിട്ടുകയാണ്. ഇതൊക്കെ വെറുതെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അതേസമയം ഇത് ചർച്ച ചെയ്യണമെങ്കിൽ നട്ടല് വേണം. മനസ്സിലായി? ഇത് ചർച്ച ചെയ്യണമെങ്കിൽ ഇപ്പൊ പ്രജിത പറഞ്ഞ പോലെ പ്രമുഖൻ പ്രമുഖി ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാനേ പറ്റുള്ളൂ. അതെന്താ? ഇത് ചർച്ച ചെയ്ത പ്രശ്നമാണേ. ഇനി എനിക്കറിയാവുന്ന വേറൊരു കാര്യം പറയാം. ഇതിന്റെ ഏറ്റവും വലിയ തമാശ ഇപ്പൊ അല്ലെ ഒരു ക്യാമറമാനും ഫോട്ടോഗ്രാഫറും ഒക്കെ ഉണ്ട്. അവന്റെ ചേട്ടനൊക്കെ ഇത്തിരി ഒരു കവിയൊക്കെയാണ്, അറിയപ്പെടുന്ന ഒരാളാണ്. വൈറ്റിലെങ്ങാണ്ട് താമസിക്കണം, രാജീവ് എന്ന് പറഞ്ഞു. അവന്റെ ഫാദർ ഇതുപോലെ ഒരു 2-3 ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിയുടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഒരു കിഡ്നി കാണാനില്ലേ. പിന്നെ നിരവധി സംഭവങ്ങളുണ്ട് സാർ. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ ന്യായീകരിക്കാം. ശരിക്കും നിങ്ങൾക്ക് 2 കിഡ്നി ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് 2 കിഡ്നി ആവശ്യമില്ല. സോ ഒരു കിഡ്നി ദാനമായി കൊടുത്തേക്ക്. നമ്മൾ കച്ചവടം ഒന്നും പറയരുത്, നമ്മൾ ദാനം. ഇതിന്റെ അടുത്തൊരു ഘട്ടമുണ്ട്, അതിപ്പോ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VS അച്യുതാനന്ദൻ ഈ പൂമാലയിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഈ നിയമം കുറച്ച് കർശനമാക്കിയിരുന്നു. നിയമം കർശനമാക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ മാത്രമേ ഈ അവയവം ദാനം ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തു. അങ്ങനെയല്ല, നിങ്ങൾക്ക് പണം കൊടുക്കാതെ ആരെങ്കിലും ഇതുപോലെ കിഡ്നി തരാൻ കഴിയുന്ന മഹാമനസ്കനായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടെത്തിയാൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതോടുകൂടിയാണ് മറ്റേ കള്ളട്രയൊക്കെ എഴുന്നേക്കണത്. ആഹാ, വെരി ഗുഡ്, ഇനിയിപ്പോ സൗകര്യമായി. പിന്നെ ഇതില് എല്ലാവർക്കും വിൻ സിറ്റുവേഷൻ ആണ്, ആർക്കും വിൻ സിറ്റുവേഷൻ ഇല്ല, ഒരു കുഴപ്പമില്ല. മറ്റേ പുള്ളിക്ക് മറ്റേ മകളെ കെട്ടിക്കാനുള്ള കാശ് കിട്ടി, സ്വകാര്യ ബാങ്കിൽ ഇളക്കാനുള്ള കാശ് കിട്ടി, പ്ലസ് ഹോസ്പിറ്റലുകാരുടെ കാശ് കിട്ടി, മറ്റവൻ കോടീശ്വരനായി, മറ്റേ പുള്ളിക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി നാള് ജീവിക്കാൻ പറ്റി. ഇത് ആരാ യഥാർത്ഥത്തിൽ ഏറ്റവും താഴേക്കിടയുള്ളവൻ പീഡിപ്പിക്കപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കുകയും ഇടക്ക് നിന്ന് വിലവേശി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതാണിത്. ഏറ്റവും കുറഞ്ഞ പക്ഷെ അവർക്ക് വലിയ കാശ് കിട്ടൂലേ. പിന്നെ മാധ്യമങ്ങളൊക്കെ ഉറക്കത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ അവര് എഴുന്നേറ്റിട്ടില്ല. ഈ വാർത്ത കേട്ടാൽ അവർ വീണ്ടും കിടന്നുറങ്ങും. ഇനി ആരെങ്കിലും എഴുന്നേറ്റെന്ന് വിചാരിച്ചു, എഴുന്നേറ്റ് മറ്റേ പുതപ്പിങ്ങനെ നോക്കുമ്പോൾ ദൈവം ഈ വാർത്ത, എന്നാൽ കുറച്ചു നേരം കൂടി ഉറങ്ങിയേക്കാന്ന് വിചാരിക്കും. കാരണം അതാണ് സേഫ്.